നമസ്കാരം. ആശാ ഷോർട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ഷോപ്പിംഗ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു ഒരു ഷോപ്പിംഗ് ചെയ്യുമ്പോൾ. ഇങ്ങനെയുള്ള ഷോപ്പിംഗ് സാധാരണയായി ഷോപ്പിംഗ് മാളുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ വലിയ വലിയ കടകളിലോ പോയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. എന്നാൽ സാധാരണക്കാർക്ക്, മിഡിൽ ക്ലാസ് ഫാമിലിക്ക് വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലാത്തവർക്ക് ഷോപ്പിങ്ങിന് പറ്റിയ ഒരു സാഹചര്യമാണ് മുംബൈയിലൊക്കെ ഉള്ള വഴിയോര ഷോപ്പിംഗ്. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. മുംബൈയിലൊക്കെ വലിയ പണക്കാർ ഒരു വശത്ത് താമസിക്കുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലികളാണ് സാധാരണയായി മുംബൈ പട്ടണത്തിലെ, മുംബൈ മെട്രോ നഗരത്തിലെ ഉള്ളിലുള്ള താമസക്കാരൊക്കെ തന്നെ. അതിലും താഴെയായിട്ടുള്ള ആൾക്കാർ, വീട്ടുജോലികളും മറ്റും ചെയ്യുന്ന ആൾക്കാർ, ചോപ്പടികളിലും മറ്റും താമസിക്കുന്ന ഇവരും ഉണ്ട് ഈ മുംബൈയിലെ മെട്രോ സിറ്റികളിൽ. ഈ വലിയ ഫ്ലാറ്റുകളുടെ ഇടയിലായി ചോപ്പടികളും കാണാറുണ്ട്. ഇങ്ങനെയുള്ള സാധാരണക്കാർക്ക് വലിയ ഷോപ്പിംഗ് മാളുകളിലോ അല്ല വലിയ ഷോറൂമുകളിലോ പോയി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങിക്കാവുന്ന എല്ലാവിധ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും കിട്ടുന്ന മിക്കവാറും സ്ഥലങ്ങളാണ് മുംബൈയിലെ ചില ഏരിയകളിൽ. അങ്ങനെയുള്ള ഷോപ്പിങ്ങിനായിട്ടുള്ള വഴിയോര ഷോപ്പിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ദാദർ. ഞാൻ മിക്കവാറും ഷോപ്പിങ്ങിന് പോയിട്ടുള്ളത് ദാദറിലാണ്. ഇപ്പോൾ വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ടാകും. ഇപ്പോൾ അവിടെ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് തന്നെ എനിക്ക് നിശ്ചയമില്ല. എങ്കിലും പണ്ട് കാലത്ത് ഞാൻ ഷോപ്പിംഗ് ചെയ്തതിൻ്റെ ഒരു ഓർമ്മയിൽ നിന്നാണ് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ദാദറിലും അതുപോലെ ചർച്ച് ഗേറ്റിലും അതുപോലെയുള്ള ചില സ്ഥലങ്ങളിൽ പ്രത്യേകമായും വഴിയോരങ്ങളിൽ ഇതുപോലെയുള്ള ഷോപ്പിംഗ് സംവിധാനം ഉണ്ട്. അത് നമ്മൾ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ റോഡ് അരികുകളിൽ എല്ലാവിധ സാധനങ്ങളും, നമ്മൾക്ക് ഒരുവിധം ആവശ്യമുള്ള വസ്തുക്കൾ എന്ന് വെച്ചാൽ ഗൃഹോപകരണ സാധനങ്ങളൊന്നുമല്ല, അല്ലാതെ നമ്മൾക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പുകളും ബാഗുകളും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ചുരിദാറിൻ്റെ ടോപ്പുകളും ലെഗിങ്സും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ടീഷർട്ടുകളും, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ് ഉടുപ്പുകളും, തണുപ്പ് കാലമാണെങ്കിൽ ഉപയോഗിക്കാനുള്ള സ്വെറ്ററുകളും, കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും ആയുള്ള പലതരത്തിലുള്ള സ്വെറ്ററുകളും, ധാരാളമായിട്ട് ചെരുപ്പുകളും ബാഗുകളുടെ കുടകളുടെ ആണ് സാധാരണയായി വഴിയോര കച്ചവടക്കാർ വെച്ചുകൊണ്ട് ഇരിക്കുക. ബാഗുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കും വഴിയിൽ നിന്നും വാങ്ങുന്നതല്ലേ, തീരെ കൊള്ളുകയിലായിരിക്കും എന്നുള്ള ചിന്ത ഒന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു വലിയ ഷോറൂമുകളിലും വേറെ സ്ഥലങ്ങളിലും ഒന്നും പോയാൽ നമ്മൾക്ക് കാണുവാൻ കൂടെ കിട്ടുകയില്ലാത്ത അതുപോലെയുള്ള ഭംഗിയുള്ള ബാഗുകളും പേഴ്സുകളും നമ്മൾക്ക് വഴിയോരങ്ങളിൽ നിന്ന് കിട്ടും. മുത്തുകൾ പിടിപ്പിച്ചതും കല്ലുകൾ പിടിപ്പിച്ചതും മിറർ വർക്കുകൾ ചെയ്തതും ആയിട്ടുള്ള ബാഗുകളും മണി പേഴ്സുകളും വളരെയേറെ ഭംഗിയുള്ള, ഇത്രയോ ഭംഗിയും ഇത്ര ആയിട്ട് ഡിസൈനുകളിലും ഒക്കെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള അത്ഭുതം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വളരെ ഭംഗിയുള്ള ബാഗുകളും പേഴ്സുകളും തീരെ വിലക്കുറവിൽ നമ്മൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. ഇത് വില കൂടിയ ലെതറിൻ്റെ ഒന്നുമല്ല, വില കുറഞ്ഞ റെക്സിൻ വെച്ചിട്ടുള്ള പദാർത്ഥമാണ്. അല്ലെന്നുണ്ടെങ്കിൽ തുണികളുടെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ചാക്കിൻ്റെ വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള ആയിരിക്കും. ഇങ്ങനെ പലതരം മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള
ബാഗുകളും പേഴ്സുകളും നമുക്ക് ഡെയിലി യൂസിന് ആവശ്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെയാണ് ചെരുപ്പുകളുടെ ഒരു കൂമ്പാരം തന്നെ കാണും വഴിയോരങ്ങളിൽ. ഇത് തീരെ വില കുറഞ്ഞ ചെരുപ്പുകളായിരിക്കും, വളരെയേറെ ഭംഗിയും. പക്ഷെ വളരെ കാലം നിലനിൽക്കുന്ന ചെരുപ്പുകളായിരിക്കില്ല. 3-4 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് കളഞ്ഞിട്ട് പൊട്ടിപ്പോവും, വേറെണ്ണം വാങ്ങിക്കേണ്ടി വരും. എങ്കിലും ഇത് നമ്മൾക്ക് ഒരു കടയിൽ പോയി കഷ്ടപ്പെട്ട് പോയി ഒരു ചെരുപ്പ് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഒരു ചെരുപ്പ് നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഈ വഴിയോര കച്ചവടം കൊണ്ട് സാധിക്കുക. അതുപോലെ തന്നെ ഇമിറ്റേഷൻ ആഭരണങ്ങൾ, കമ്മലുകളും മാലകളും വളകളും കല്ല് വെച്ചതും മുത്തുവെച്ചതും നല്ല സ്വർണം പോലെ ഇരിക്കുന്നതും ഒക്കെ ഉള്ള വളരെയേറെ ഭംഗിയുള്ള, വളരെയേറെ കൗതുകകരമായ ഡിസൈനുകളിലുള്ള കമ്മലുകളും മോതിരങ്ങളും ഒക്കെ നമ്മൾക്ക് വഴിയോരങ്ങളിൽ കിട്ടാറ് പതിവുണ്ട്. ഇതൊക്കെ വാങ്ങിയിട്ട് പോകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഒരു റോഡിൻ്റെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ പോയിട്ട് തിരികെ വരുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള വളരെയേറെ സാധനങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടാകും. ഒരു സാധനം നമ്മൾ വേണ്ടത്, വീട്ടിലേക്കോ നമ്മളുടെ ആവശ്യത്തിനോ വേണ്ടത്, അത് ഒരു കടയിൽ ഇന്ന സാധനം എനിക്ക് വേണം എന്ന് ഉദ്ദേശിച്ച് ആലോചിച്ച് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇതിന് നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ജോലിക്ക് പോവുകയായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയായിരിക്കും, ഇല്ലെങ്കിൽ വെറുതെ നടക്കാൻ പോവുകയായിരിക്കും. അങ്ങനെ പോകുന്ന കൂട്ടത്തിലായിരിക്കും നമ്മൾ ഈ റോഡരികിൽ ഈ ഒരു സാധനം കാണുക. എനിക്ക് ആവശ്യമുള്ളതാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഈ സാധനം ആവശ്യമുള്ളതാണല്ലോ എന്ന് നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. പെട്ടെന്ന് കയ്യിലുള്ള പൈസ വെച്ചിട്ട് അത് വാങ്ങിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾക്ക് ഈ വഴിയോര കച്ചവടം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രയോജനം. ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ വഴിയോരത്തൂടെ നടക്കാൻ പോകുന്ന സമയത്താന്ന് പറഞ്ഞാലും കാഴ്ചകൾ, അത് പ്രദർശിപ്പിച്ച് വച്ചിരിക്കുന്ന വസ്തുക്കൾ കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം വേറെയാണ്. അത് വാങ്ങിച്ചില്ലെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. ഇതോടൊപ്പം തന്നെ വലിയ വില കൊടുക്കാതെ, നമ്മളുടെ കയ്യിലുള്ള പൈസ കൂടുതലായി ചിലവാകാതെ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നു. അധികകാലം നിലനിൽക്കില്ല എങ്കിൽ തന്നെയും അത് പിന്നീട് അത് പോയി കഴിഞ്ഞാൽ വേറെണ്ണം വാങ്ങിക്കുവാൻ വേണ്ടി അധികം കഷ്ടപ്പാടില്ലാതെ ഇതുപോലെ റോഡ് സൈഡിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതുപോലെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. നമസ്കാരം.